ക്യാൻസർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വെച്ച് പരിഹരിച്ചു. പരിഹരിച്ചു എന്നുള്ളതല്ല, മാറിക്കഴിഞ്ഞു. ഒരു കുട്ടിയുടെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. ശരിക്കും? യെസ്, റിയലി നടന്നാണ്. സയൻസ് എന്ന് പറയുന്ന ലോകത്തെ ഈ ആത്മീയത ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മന്ദബുദ്ധിയായിട്ടുള്ള വാത്മീകി വെറുതെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് 10000 വർഷം ഇരുന്നപ്പോൾ ചെതൽപുറ്റിലെന്ന പോലെ നമുക്കിത് ചിന്തിക്കുന്നതിന് എന്തെങ്കിലും ഇല്ലോജിക്കൽ സാധനമുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൽ? 10000 വർഷം ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നതാണ് അതിലൊരു കണ്ട സാധനം തന്നെ ഉണ്ടോ? നിങ്ങൾക്കൊരു വയറുവേദന വന്നിട്ട് നിങ്ങൾക്ക് വയറുവേദന എന്താണെന്ന് അറിയാം അടുത്ത ആളുടെ അടുത്ത്. ഇത് പഠിപ്പിക്കാൻ പറ്റാത്ത സയൻസിനെ നമ്മൾ ഇത്രമാത്രം പൊതിഞ്ഞു കെട്ടേണ്ട വല്ല കാര്യമുണ്ട്? സയൻസിന് ഇപ്പോഴും സൂര്യന് പോകാൻ പറ്റിയിട്ടില്ല, അങ്ങോട്ട് പരിസരത്ത് പോലും ചെല്ലാൻ പറ്റില്ല. പിന്നെ സയൻസ് എന്ത് കീർവാണ് വിടണത്? എന്നാൽ ഇവിടെ ഒരു താടിയും മുടിയും നീട്ടി ഒരുത്തിനിരുന്നുണ്ട് സൂര്യന് കൊണ്ടുപോകും, സൂര്യന് കൊച്ചുണ്ടാവും, ചന്ദ്രനിൽ അതുണ്ട്, പിന്നെ ആസ്ട്രൽ ട്രാവലിംഗ് ഉണ്ട്, ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയും. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യനൊന്ന് വിളിച്ചുകൂടെ? ഇപ്പം ജോർജ് കുളങ്ങര ഈ പറയുന്ന ആ പേരെടുത്ത് പറഞ്ഞ വേറെ ഒന്നുമല്ല, ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച് കണ്ടമാനം ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, കുറേ അറിവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു താടിയും മുടിയും നീട്ടി ഒരുത്തിനിരുന്നുണ്ട് സൂര്യന് കൊണ്ടുപോകും, സൂര്യന് കൊച്ചുണ്ടാവും, ചന്ദ്രനിൽ അതുണ്ട്, പിന്നെ ആസ്ട്രൽ ട്രാവലിംഗ് ഉണ്ട്, ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയും. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യനൊന്ന് വിളിച്ചുകൂടെ? ശരിയാണോ അല്ലയോ? ഞാൻ തന്നെ ഗുരുജിയെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ സൂര്യനിൽ നിന്നും കുഞ്ഞുണ്ടാകും എന്ന് പറയുന്ന ആ വിവാദപരമായിട്ടുള്ളൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഗുരുജി ഐഡന്റിഫൈ ചെയ്യുന്നതും തിരിച്ചറിയുന്നത്. പക്ഷെ അത് ഇപ്പോഴും എൻ്റെ സംശയമാണ്, എങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമാകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. ഇനി ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. ഒരു വാഴക്കൊല ഉണ്ടാവണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? വാഴ നടുമ്പോൾ എങ്ങനെയാ നട്ടാ മുഴുവൻ പറ. നമ്മൾ ഒരു അവസാനം വരുമ്പോഴത്തേക്ക് എവിടുന്ന് വിത്തുണ്ടായില്ല. അത് തന്നെ, പരിപാടി തീർന്നു. ഇതറിയണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മം അറിയണം. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു പയറ് മണിയുടെ ഉള്ളിൽ ആ പയറെന്ന് പറയുന്ന അത് മുഴുവൻ ഒളിച്ചിരിപ്പുണ്ട് എന്നത് പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിന് പറ്റിയ സാഹചര്യം വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേരും തലയും പുറത്തേക്ക് വന്നത്, അല്ലേ? ആദ്യം വേര് വരും, ആദ്യം തല വരുമോ? ആദ്യം വേര് വരും. അതൊന്ന് അന്വേഷിക്കേണ്ടി വരും. ഇനി തലയാണോ വേരാണോ എന്നൊരു സംശയം പോലെ, ഇല്ലേ? വേര് വരും. എന്നായിക്കോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തല കുത്തി വെച്ചാലും അതിൻ്റെ വേര് വരും, മണം കുത്തി വെച്ചാലും വരും. നിങ്ങൾ പറഞ്ഞ രീതിയിലാണ്, എങ്ങനെയാണെങ്കിലും അതങ്ങനെ വരും, ഇല്ലേ? ഇതെന്താ സംഭവിക്കുന്നതിന് കാരണം നമുക്കറിയില്ല. നമ്മൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടുറങ്ങി ജീവിച്ചു പോണു. നമ്മൾ ഒന്നിനെ പറ്റിയിട്ടും അറിയാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ എല്ലാത്തിനും ഇഗ്നോർ ചെയ്തുകൊണ്ട് പോവാണ്. എന്താണ് ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം? സയൻസ് ഇത്രയും വളർന്നില്ലേ? എന്താണ് കാരണം? ഞാൻ പറഞ്ഞാൽ ആ കാരണം ആരും അംഗീകരിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഞാൻ പറഞ്ഞാൽ ഇത് ജനങ്ങളാരും ഉപേക്ഷിക്കാനും പോണില്ല. അപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം? അപ്പോൾ നിലവിൽ ഇതിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള ഋഷിമാർ മുഴുവൻ പറഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ്. ശ്രീനാരായണ ഗുരു അസാമാന്യ സംഭവമാണെന്ന് ഇന്നെല്ലാവരും കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യം ജനങ്ങൾ അംഗീകരിക്കുന്നത്? ഇനി അധികം വിട്ടോ. ഇപ്പം മാതാ അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിലേക്ക് പോക്കോ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോക്കോ, അവരുടെ ആശുപത്രിയിൽ പോക്കോ. അവർക്ക് ഞാൻ ഈ പറയുന്ന വാചകം പറഞ്ഞുകൂടെ? അമ്മയ്ക്ക് പറഞ്ഞുകൂടെ ശവക്കറി കഴിക്കരുതെന്ന്? അമ്മയുടെ ഡിവോട്ടീസ് ഇല്ലാതെയാവും? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അവരത് പറയാൻ ധൈര്യപ്പെടില്ല. കാരണം എന്താ? അത് പറഞ്ഞാൽ കുറേ ആളുകളില്ലാതെയാവും. നമ്മളൊരു ധർമ്മത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ധർമ്മത്തിൽ തന്നെ നിൽക്കണം. നിങ്ങൾ ഈ കാര്യത്തിൽ മുസ്ലിങ്ങളെ കണ്ടുപഠിക്കുക. അവർ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് അറിയില്ല, അവർ പറയുന്ന കാര്യത്തിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആര് പറഞ്ഞാലും അത് മാറ്റൂല. നിങ്ങളൊരു വിളക്ക് കത്തിക്കാൻ പറഞ്ഞു, അവൻ പറയും ഞാൻ കത്തിക്കില്ല എന്ന്. കാരണം എന്താ? നമുക്ക് അല്ലാഹു അല്ലാണ്ട് വേറെ ആരുമില്ല, അതിൻ്റെ മുന്നിൽ ഞങ്ങൾ കത്തിക്കില്ല. അത് തന്നെ. എത്രമാത്രം നിങ്ങൾ മുഗളരുടെ കാലം മുതൽ എടുത്ത് നോക്ക്. അവരുടെ ആത്മീയതയാണോ ഭക്തിയാണോ അത് അവിടെ നിന്നോട്ടെ. അവരന്ന് മുതൽ
ചാവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഛത്രപതി ശിവാജി ചാവ. അദ്ദേഹത്തെ അവസാനം കണ്ണ് തൊഴുതെടുത്ത് കൊല്ലുന്നതിന് മുൻപ് വരെ അവർ ചോദിച്ചുകൊണ്ടിരുന്ന് നീ അല്ലാഹു അക്ബർ എന്ന് പറയുമോ? ചോദിച്ച് ആദ്യം തുടങ്ങിയത് നീ എൻ്റെ മതത്തിലേക്ക് വന്ന നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ വിട്ടു തന്നേക്കാന്നാണ് പറഞ്ഞത്. പറ്റില്ല എന്ന് പറഞ്ഞു. പോയി അവസാനം കണ്ണ് ചുഴുതെടുക്കാൻ വേണ്ടി കമ്പി ചൂടാക്കി കണ്ണിലേക്ക് ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ അപ്പോഴും ചോദിച്ചു അല്ലാഹു അക്ബർ എന്ന് പറയുമോ? അപ്പോൾ വിളിച്ച വാക്ക് വേറെയായിരുന്നു. കണ്ണ് രണ്ടും ചുഴുതെടുത്തു അല്ലേ? എന്തിനു വേണ്ടിയിട്ടത്? അപ്പം ഇത്രയും അക്രമം കാണിച്ച് ആ കൂട്ടരുടെ പേരിൽ ഇന്നും റോഡുണ്ട്, അവരെ ആരാധിക്കേണ്ട, അവരെ പേര് നമുക്ക് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല, ഒന്നിനും ഒരു കുഴപ്പമില്ല. ഈ ആത്മീയത എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ പറ്റാത്തത്? ഈ ആത്മീയതയെ അംഗീകരിക്കാൻ പറ്റാത്തത് നമ്മളുടെ തന്നെ കുഴപ്പമാണ്. നമ്മളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ എവിടെയും നോക്കും. അവിടെയാണോ ഇവിടെയാണോ പറയേണ്ടത്? 3 അച്ഛനെടുത്തു. എന്തിനു വേണ്ടിയിട്ടത്? എൻ്റെ അച്ഛൻ ഇതാണ്, എൻ്റെ ധർമ്മം സനാതനമാണ്, ഞാൻ ഇതിൽ ജനിച്ച ആളാണ്, ഹിന്ദു അല്ല. നമുക്ക് ഹിന്ദു എന്ന് പറഞ്ഞൊരു മതം ഇല്ല. സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം, സനാതനികളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിയില്ലാതെ നമ്മൾ ജീവിച്ചു പോയതുകൊണ്ട് നമുക്ക് ആത്മീയത അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരും തന്ന സാധനത്തെ നമ്മൾ തോണ്ടിയെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. സയൻസേ എന്ന് പറഞ്ഞുകൊണ്ട്. ആത്മീയതയുടെ പവർ എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് അതിനെപ്പറ്റി അല്ല ആൾക്കാർ ഡിസ്കസ് ചെയ്യണത്. പൂജയെ പറ്റിയിട്ട്, ജ്യോതിശാസ്ത്രത്തെ പറ്റിയിട്ട്, ജാതകത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ചാമുണ്ടിയെ പറ്റിയിട്ട്, കാളിയെ പറ്റിയിട്ട്, ശവക്കറിയെ പറ്റിയിട്ട്, ഇതൊക്കെ വെറും സിമ്പിൾ കാര്യങ്ങളാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ എത്രയോ വലിയൊരു വിഷയമാണെന്നറിയോ? പക്ഷേ ശാസ്ത്രം ഉണ്ടായതുകൊണ്ടല്ല ഇതെല്ലാം എല്ലാവരിലേക്കും ഇന്നെത്തിക്കാൻ കഴിയുന്നത്. നോക്ക്, ശാസ്ത്രം വേണം നിർബന്ധമില്ല. വരുന്ന ഓരോ തലമുറയിലും എന്നെ ശാസ്ത്രമാണോ ഇവിടെ എത്തിച്ചത്? ഞാൻ എന്നിലേക്കാണ് ഞാൻ തിരിഞ്ഞു നോക്കണത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രത്തിലൂടെയാണ് എത്തണത്. ഓരോ കുട്ടികളും ഇതുപോലെയാണ് ജനിക്കണേ. ഞാൻ ശാസ്ത്രം വേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്. ശാസ്ത്രത്തിന് വിരോധിയല്ല ഞാൻ. ഇവൻ എൻ്റെ ഗുരുദേവനാണ്. ഗുരുദേവൻ അഷ്ടലക്ഷ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഗുരുദേവൻ്റെ 8 ലക്ഷ്യങ്ങളും അവസാനം പറഞ്ഞെത്തിയിരിക്കുന്ന ടെക്നോളജി എന്നാണ്. ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു വാക്ക് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ടെക്നോളജി ഇവിടെ ആർക്കാ അറിയാവുന്നത്? ആർക്കും അറിയില്ല. അപ്പം ഇത്രയും വർഷം മുമ്പ്, 100 വർഷത്തിന് മുമ്പ് ഗുരുദേവൻ പറഞ്ഞു വെച്ചേക്കാണ് ടെക്നോളജിയിലൂടെ വിദ്യാഭ്യാസം, ഗ്രഹത്വം മുതൽ കംപ്ലീറ്റ് കാര്യങ്ങളെയും 7 തീർത്ഥാടന ലക്ഷ്യങ്ങളെയും ലോകത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ ഞാനിന്ന് പറഞ്ഞോളൂ. സയൻസും ആത്മീയതയും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരും. അതില്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പല വൃത്തികെട്ട പരിപാടി നിന്നു. ആർക്കും പിന്നെ നിലനിൽപ്പില്ലാണ്ട് വരും. കാരണം ബേസിക് സാധനം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ പ്രശ്നം തീർന്നു. പട്ടിണിയാണ് രാഷ്ട്രീയത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം എന്ന് കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ ഒരു സാധനമാണ്. ആത്മീയതയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. ആത്മീയത ജനങ്ങളുടെ ഉള്ളിൽ ചേർന്നാൽ പിന്നെ ആർക്കും എന്നോട് നിലനിൽപ്പില്ല. പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനേകം ആളുകളെ കൊണ്ട് ഇങ്ങനെ നിരന്തരം ശ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരു മാസം മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എന്നെ 24-ലൊരു ഡിബേറ്റിന് വേണ്ടി വിളിച്ചു. അപ്പോൾ എന്നോട് അവർ വിളിക്കുമ്പോഴേ പറഞ്ഞു ഇതൊരു ഡിബേറ്റാണ്, ഗുരുജിക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഗുരുജി എന്നുള്ള രീതിയിൽ ഇരിക്കാനൊരു ഇരിപ്പിടം എനിക്ക് തന്നാൽ കുഴപ്പമില്ല. എനിക്ക് തുള്ളാനും ചാടാനും അവരുടെ മുമ്പിലിരുന്ന് കുരയ്ക്കാനും എനിക്ക് പറ്റില്ല. എനിക്ക് സ്പേസ് തന്നാൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എനിക്ക് അവർ സ്പേസ് തന്നു, മാന്യമായ സ്പേസ് തന്നു. അവിടെ നടന്ന ഡിബേറ്റിൽ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളും, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു യൂട്യൂബ് തോണ്ടി, ഫേസ്ബുക്ക് തോണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർക്കിതൊന്നും അറിഞ്ഞിട്ട് പോലും പറയണതല്ല. ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട സത്യമാണ് ഞാനീ പറഞ്ഞത്. ക്യാമറ ഇത്രയും വെച്ചേക്കുന്നുണ്ട്, അത് കാണൂല. ഇതെന്താ ശ്രീകണ്ഠൻ സാറിന് അറിയില്ല ഏട്ടാ? ഇത് ചർച്ചയുടെ ഭാഗമാണ്. ശരിക്കും ഞാനൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വരികയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഞാനിവിടെ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് ഉത്തരം പറയാനായിട്ട് നിങ്ങൾ പിന്നെ എന്നെ എന്തിനാണ് വിളിക്കണത്? നല്ല സ്മാർട്ടായിട്ടുള്ള വേറൊരാളെ വിളിച്ചിരുത്തി നിങ്ങൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ. എന്നോട് ചർച്ച ചെയ്യാൻ വരുന്നവൻ അറ്റ്ലീസ്റ്റ് എന്നേക്കാൾ അറിവുള്ളവനായിരിക്കണം.
അല്ലെങ്കിൽ വിഷയത്തെ പറ്റിയിട്ട് അറിയാവുന്നവനായിരിക്കണം. ആത്മീയത എന്ന് പറയുമ്പോഴേ ഇങ്ങനെ മുണ്ട് മടക്കി കുത്തി ചൊറിയാൻ പറ്റുന്ന ആൾക്കാരെ അടുത്ത് പറഞ്ഞിട്ട് എന്തായി? നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്നത്തെ വേദിയിലിരുന്ന ഒരാൾ പോലും ആത്മീയതയുടെ ABCD അറിയാവുന്നവരല്ല. ചുമ്മാ പ്രാർത്ഥിച്ചു അസുഖം മാറി. ഇതെങ്ങനെ പ്രാർത്ഥിച്ച അസുഖം മാറണത്? അസാധ്യമായിട്ടുള്ള കാര്യം. പ്രാർത്ഥിച്ചാലൊന്നും അസുഖം മാറില്ല, അതിന് സയൻസിൻ്റെ സഹായം വേണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആത്മീയത കൈകാര്യം ചെയ്ത എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാനല്ലേ? അത് ഒരു എന്താ പറയുക, ഒരു പോം വഴിയാണ്. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് രക്ഷപ്പെടണ്ടേ? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ 100 കാര്യങ്ങൾ പറയുക, എനിക്ക് രക്ഷപ്പെടാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? വരൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണും, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിങ്ങനെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് അങ്ങ് വന്നു. അവരതിനെ കച്ചവടമാക്കി, പ്രാർത്ഥനാ ഗ്രൂപ്പ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊരു ഫീസ് വേണം, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം വേണം, പ്രാർത്ഥിക്കുന്നതിനൊരു പ്രത്യേക പരിപാടി വേണം. ഒന്നും വേണ്ട. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ആടയാഭരണം ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? കാണാനുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കണം എന്നൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വിളക്ക് വേണ്ട, വിളക്ക് മേടിക്കണമെങ്കിൽ പൈസ വേണ്ടേ? തിരി വേണ്ട, തിരി മേടിക്കണമെങ്കിൽ നൂല് വേണ്ടേ? എണ്ണ വേണ്ട, എണ്ണ മേടിക്കണമെങ്കിൽ കൊപ്ര ആട്ടിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എള്ളാട്ടി കൊണ്ടുവരാൻ വേണ്ടി മെഷീനും മെഷീനറി അതിനുള്ള സൗകര്യവും വേണ്ടേ? ഇനി കത്തിക്കണമെങ്കിൽ തീപ്പെട്ടി വേണ്ടേ? അതിന് പൈസ വേണ്ടേ? പിന്നെ ഇതിന് സമയവും കാലവും നോക്കണ്ടേ? കിഴക്കും പടിഞ്ഞാറും നോക്കണ്ടേ? ദിക്ക്, സൗകര്യം, സമയം ഇതെല്ലാം അറിയാതിരിക്കണം ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ. മിനിമം പറഞ്ഞതാണ്. ഇതിനൊന്നും ത്രാണിയില്ലാത്ത ഒരാളാണ്. വിളക്ക് എന്താണെന്നറിയാൻ പാടില്ല, തീപ്പെട്ടി എന്താണെന്നറിയില്ല, എങ്ങോട്ട് തിരി വയ്ക്കണമെന്നറിയില്ല, ഒന്നുമില്ല. ഒരു മന്ദബുദ്ധി ഒരുത്തൻ. അവനിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, വാത്മീകിയുടെ കഥ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലേ? രാമ എന്ന് പറയാൻ അറിയില്ലാത്ത ഒരാളായിരുന്നു വാത്മീകി എന്നുള്ളതാണ് കേരളത്തിലെ രാമായണം പഠിപ്പിക്കുന്നത്. ഞാൻ ആ രാമായണത്തിൽ ഉദാഹരണം എടുത്തിച്ചാണ് പറഞ്ഞത്, യഥാർത്ഥ വാത്മീകിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും മന്ദബുദ്ധിയായിട്ടുള്ള വാത്മീകി വെറുതെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് 10000 വർഷം ഇരുന്നപ്പോൾ ചെതൽപുറ്റിലെന്ന പോലെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ രാമായണം എന്ന മഹാകാവ്യമായി. അപ്പോൾ അതിനകത്ത് ഏത് പുസ്തകം വായിച്ചു, ഏത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, എന്താണ് അതിൻ്റെ ബേസ് നിങ്ങൾ പറ. നമുക്കിത് ചിന്തിക്കുന്നതിന് എന്തെങ്കിലും ഇല്ലോജിക്കൽ സാധനമുണ്ടോ ഞാനീ പറഞ്ഞതിൽ? 10000 വർഷം ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നതാണ് അതിലൊരു കണ്ട സാധനം തന്നെ കണ്ട. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 10000 വർഷം ഒരാൾ ജീവിച്ചോ? അപ്പോൾ അതെങ്ങനെയായിരിക്കും? അത് ആ ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. 10000 വർഷം ചെതൽപുറ്റിലെന്ന പോലെ ഇരുന്നു. അപ്പോൾ ഈ 10000 വർഷം അത് കഴിഞ്ഞിട്ട് അടുത്ത് എഴുതണ്ടേ? എവിടെ പോയിരുന്നു എഴുതിയത്? ബ്രഹ്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ്. ബ്രഹ്മാവ് എവിടെയാണ്? തോട്ടുപറഞ്ഞത്തിരിക്കുന്ന ആളാണോ? പറ. അല്ല. ബ്രഹ്മാവ് എവിടെ ഇരിക്കണേ? ബ്രഹ്മാവ് ബ്രഹ്മലോകത്താണെന്ന്. ബ്രഹ്മലോകം എവിടെയാ? ഈ ഭൂമിക്കും അപ്പുറത്ത് എവിടെയാണെന്ന് നമുക്കറിയില്ല, മറ്റൊരു ഡയമെൻഷനിലാണ്. ഇതാണ് ഞാനിരുന്ന് ഈ സിമ്പിളായിട്ട് ടപ്പട്ടപ്പേന്ന് ഈ മാലപ്പടക്കം പൊട്ടിക്കണ മാതിരി പൊട്ടിച്ചേച്ച് പറഞ്ഞു പോണത്. ഇതൊക്കെ ഇങ്ങനെ കിള്ളിപ്പൊളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ദിവസവും എനിക്ക് 1 മണിക്കൂർ നേരത്തെ ചാനൽ ടൈം തരണം. എല്ലാ ദിവസവും ഞാൻ വന്നിരുന്നു ഇങ്ങനെ പറയാം. അപ്പോൾ എപ്പിസോഡായിട്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വല്ലപ്പോഴും ഞാൻ ഇതിലെ പോകും, ഒന്ന് കയറും, ഒരു 2 പടക്കം ഇങ്ങനെ കത്തിച്ചിട്ട് ഞാനങ്ങ് പോകും. പടക്കം എന്ന് വെച്ചാൽ നുണയല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും, 2 കത്തിച്ചിട്ട് നമ്മളങ്ങ് പോകും. പിന്നെ വേറൊരു ചോദ്യം വരും, അതിന് റിലേറ്റ് ചെയ്ത് 2 ഉത്തരം പറയും. അപ്പം നമ്മളൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇരിക്കാൻ തയ്യാറാവണം. അപ്പോഴേ നമ്മളിലേക്ക് അറിവ് വരുള്ളൂ. നമ്മൾ സ്കൂളിൽ പോയി 21 വർഷം, 1ാം ക്ലാസ് മുതൽ 10 വരെ 10 വർഷം, പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് 2 വർഷം, പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി എന്ന് പറയുന്നത് 3 വർഷം, ഇങ്ങനെ കാലങ്ങളോളം സീറ്റ് മാറി 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 നിരന്തരം ഇരുന്നിട്ടാണ് നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് തന്നേക്കണം. ഏത്? ഡിഗ്രി എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് തന്നേക്കണം. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് എന്ത് ജീവിതത്തിൽ ഗുണമാണ് കിട്ടുന്നത്? പൈസ സമ്പാദ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു സാമാന്യ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വയറുവേദന വന്നാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് എന്താ ഗുണമുള്ളത് നിങ്ങൾ പറ. നിങ്ങൾക്കൊരു വയറുവേദന വന്നിട്ട് നിങ്ങൾക്ക് വയറുവേദന എന്താണെന്ന് അറിയാം അടുത്ത ആളുടെ അടുത്ത്. ഇത് പഠിപ്പിക്കാൻ പറ്റാത്ത സയൻസിനെ നമ്മൾ ഇത്രമാത്രം പൊതിഞ്ഞു കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? സയൻസിൻ്റെ സഹായമില്ലാതെ സയൻസിൻ്റെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല.
കാരണം സയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നിവിടെ വരേണ്ട ആവശ്യമില്ല. ടി വിയിൽ ഇൻ്റർവ്യൂ, നിങ്ങളുടെ ചാനലിൽ ഇൻ്റർവ്യൂ തരാനാണല്ലോ ഞാനിവിടെ വന്നത്. അതെ. സയൻസ് ഇല്ലെങ്കിൽ എന്നെ ഇൻ്റർവ്യൂ ആരും ചെയ്യാൻ വരില്ല, ഇല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ ഇരിക്കുന്ന മാളത്തിൽ നിന്ന് പുറത്തിറങ്ങണ്ട. സയൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഈ വസ്ത്രം ധരിച്ച് ഇവിടെ വരെ വരണ്ട. ഇവിടെ വരണപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സയൻസ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പഴയ ഗുഹയിൽ പോയി ജീവിക്കണം എന്നല്ല പറഞ്ഞത്. സയൻസിന് സയൻസിൻ്റേതായ തലമുണ്ട്. ഈ സയൻസ് വളർന്ന് 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 ആത്മീയതയിൽ ഇന്ന് നമുക്ക് ആത്മീയത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സയൻസിൻ്റെ സഹായം ഉപയോഗിക്കാൻ പറ്റും. കാരണം സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും കേൾക്കുന്നവർക്കും കേട്ടാൽ മനസ്സിലാവുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലാകുന്ന ഒരു വസ്തുതയെ എടുത്തു വച്ച് ആത്മീയതയെ കമ്പയർ ചെയ്ത് പറയാണ്. ഇതിനർത്ഥം സയൻസ് വളർന്നു 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 വന്നു എന്നുള്ളതാണ്. ആത്മീയത വളർന്നു വന്നിട്ടില്ല. ആത്മീയത പണ്ടും എവിടെ നിൽക്കുന്നു, ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആൻസറിലേക്കാണ് വീണ്ടും പോകുന്നത്. സൂര്യൻ. സയൻസിന് ഇപ്പോഴും സൂര്യന് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് പരിസരത്ത് പോലും ചെല്ലാൻ പറ്റില്ല. പിന്നെ സയൻസ് എന്ത് കീർവാണ് വിടണത്? സയൻസിൻ്റെ മുകളിൽ മില്യൺസ് ഓഫ് മില്യൺ ഡോളർ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. ആത്മീയതയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ ₹1 സ്പെൻഡ് ചെയ്യാൻ ഒരാളുണ്ടോ? എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, തസ്മൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് ആരും റിസർച്ച് ചെയ്യാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന കാര്യം പറയാം. ഇന്നലെ 20-ാം തീയതി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണത്തിൽ കൂടെ പറയാം. ഒരാളുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ ആഴ്ച തീർന്നേ ഉള്ളൂ. അദ്ദേഹത്തെ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരാൾ എങ്ങനെ ഇരിക്കണം അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ അയാളുടെ ബോഡിയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. ആസ്ട്രൽ ട്രീറ്റ്മെൻ്റ് ആണ് നടന്നിരിക്കുന്നത്. ക്യാൻസർ ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് പരിഹരിച്ചു. പരിഹരിച്ചു എന്നുള്ളതല്ല, മാറിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തത്, ഒരു കുട്ടിയുടെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞു. ശരിക്കും? യെസ്, റിയലി നടന്നാണ്. ഇതൊന്നും തമാശയ്ക്ക് ഇരുന്ന് പറഞ്ഞതല്ല. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും ഒരാളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന് അസാധ്യമായിട്ടുള്ള ഒരു പൈസ ചെലവ് മറ്റൊരാളെ കിട്ടണം. ഇത് നമുക്ക് സയൻസിൻ്റെ സഹായം വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് പ്രോപ്പറാണോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിലാണ് നമ്മുടെ ആൾ കിടക്കുന്നത്. അത് കറക്റ്റാണോ പ്രോസസ്സ് എന്ന് അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി മാത്രം അവിടെ മോണിറ്റർ ചെയ്യാൻ വെക്കണേന് ഇപ്പോൾ ഒരു 4-5 ദിവസം എടുത്തിട്ടുള്ളൂ. 2.5 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സയൻസ് എന്ന് പറയുന്ന ലോകത്തെ ഈ ആത്മീയത ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒളിച്ചുകൊണ്ട് കിടത്തിയേക്കൊന്നല്ല. അതെങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞുതരാമോ?